എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അവിൽ വിളയിച്ചതാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു റെസിപ്പി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ടോ എപ്പോഴും വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അവിൽ വിളയിച്ചത്. ഇതൊരു 10 ദിവസം വരെ പുറത്തിരുന്നാൽ കേടാകാതിരിക്കും. ഇനി ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യാം. ഇതിനുവേണ്ടി നമുക്ക് ആദ്യം ഒന്ന് ശർക്കരയൊന്ന് പാനിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനൊരു 3/4 കിലോ ശർക്കരയാണ് എടുത്തേക്കുന്നത്. നല്ല കറുത്ത ശർക്കരയാണ്, അത്രയും നല്ലതാട്ടോ. ഇനി ഇതിലേക്കൊരു 3/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ശർക്കരയെല്ലാം നല്ലതുപോലെ ഒന്ന് അലിയിച്ചെടുക്കുക. അത്രത്തോളം മാത്രം മതി കേട്ടോ. ഇനി നന്നായിട്ട് തിളപ്പിച്ച് അലിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതല്ലാതെ ഒരു നൂൽ പരുവമൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് അവിലൊന്ന് ചൂടാക്കി എടുക്കണം. ഒരു 1/2 കിലോ അവിലാണ് എടുത്തേക്കുന്നത്. അത് മട്ട റൈസിൻ്റെ അവിലാണ് എടുത്തേക്കുന്നത്. ഒരു റോസ് കളറിലുള്ള അവിലാണ് എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് നേരം ഇട്ട് ചൂടാക്കേണ്ട കാര്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി മാത്രം മതി കേട്ടോ. ഇതൊരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതാണ്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഒരുപാട് നേരമായിട്ട് വറുക്കേണ്ട കാര്യമില്ല. 2-3 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അത്യാവശ്യം വലിപ്പമുള്ള തേങ്ങയാണെങ്കിൽ ഒരു 2.5 തേങ്ങയും, അതേസമയം ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു 3 ചെറിയ തേങ്ങയും വേണം. ഈ ഒരു 1/2 കിലോ അളവിനുള്ള കറക്റ്റ് അളവാണ് പറയുന്നത്. അപ്പോൾ 1/2 കിലോ അവിലിനുള്ള അളവാണ് പറയുന്നത്. ഇത് ഞാനൊരു 2.5 തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഈ തേങ്ങയുടെ ഈർപ്പൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം. അത് ബ്രൗൺ കളറൊന്നും ആവേണ്ട കാര്യമില്ല. നന്നായിട്ട് വറുത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. തേങ്ങയുടെ ഈർപ്പൊക്കെ ഒന്ന് വറ്റുന്നിടം വരെ ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി. അതേസമയം നമ്മൾ ഇത് കണക്ക് ഈർപ്പൊന്നും വറ്റാതെയാണ് ചെയ്യുന്നതെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തയായി പോകും. അതുകൊണ്ട് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. കളറൊന്നും ചേഞ്ച് വരണ്ട. തേങ്ങാപ്പാലിൻ്റെയൊക്കെ ഈർപ്പം ഒന്ന് വറ്റുന്നിടം വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഈ തേങ്ങ വറുത്തതിലേക്ക് ഇനി നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒന്ന് അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ശർക്കര ഈ തേങ്ങയ്ക്കകത്തോട്ട് നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. അതുകൊണ്ട് നന്നായിട്ട് ആദ്യം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് ഇത് കണക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിത് സൈഡിലോട്ടൊന്ന് മാറ്റി കൊടുക്കുക. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കണം. മാറ്റി കൊടുക്കുമ്പോഴും മധ്യഭാഗത്ത് ശർക്കരപ്പാനി വന്ന് കിടക്കാൻ നമ്മൾ ഫ്ലെയിം ഇതുവരെ ഓഫ് ചെയ്തിട്ടില്ല. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധ്യഭാഗത്ത് ശർക്കരപ്പാനി കിടക്കുമ്പോഴത്തേക്ക് അവിലോട്ട് നന്നായിട്ട് പെട്ടെന്ന് പിടിച്ച് കിട്ടാൻ എളുപ്പമായിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ചെയ്യേണ്ടത് ഇതെല്ലാം കൂടി ഒന്ന് അമർത്തി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം ഫ്ലെയിം ഓഫ് ചെയ്യാൻ. അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ശർക്കരയുടെ പാനി ഈ അവിലിനകത്തൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വറുത്തിടേണ്ടുള്ള സാധനങ്ങളൊക്കെ വറുത്തെടുക്കാം. ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് തേങ്ങ ചെറുതായിട്ട് മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങയൊന്നും ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് കാഷ്യൂനട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതും ഒന്ന് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതൊന്ന് കോരിമാറ്റാം. ഈ ഒരു കളറായാൽ മതി. ഒരുപാട് ഡാർക്ക് കളർ ആവണ്ട കേട്ടോ. ഈ ഒരു കളറിൽ നമുക്ക് കോരിമാറ്റാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് എള്ളും കൂടി ഇട്ടിട്ട് എള്ളും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എള്ളം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 കപ്പ് പൊട്ടുകടലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആ പൊട്ടുകടലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട കാര്യമില്ല. ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി. ഇനി
നമുക്ക് ഈ അവിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന പൊട്ടുകടലയും തേങ്ങയും അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഇന്ന് കഴിക്കുന്നതിലും നല്ലത് നാളെ കഴിക്കുന്നതാണ്. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ടും അതുമാത്രമല്ല ഈ അവിലിനകത്തൊക്കെ നല്ലതുപോലെ മധുരമൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് കഴിക്കുന്നതിലും ടേസ്റ്റ് നാളെ കഴിക്കുന്നതാണ് കേട്ടോ. ഇനി ഇതൊരു 10 ദിവസം വരെ കേടാകാതെ ഇരിക്കും. ഇതൊരു എയർ ടൈറ്റായ ഒരു കണ്ടെയ്നറിലിട്ട് സൂക്ഷിച്ചാൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.